ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ട്രിക്കി PSC. പ്രിലിമിനറി എക്സാം സിലബസ് ബേസ്ഡ് സ്പെഷ്യൽ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിലിമിനറി എക്സാമിനെ സംബന്ധിച്ചിടത്തോളം സിലബസിൽ കറന്റ് അഫയേഴ്സ് വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. അതിൽ സാമ്പത്തിക മേഖല എന്നൊരു ടോപ്പിക് ഉണ്ട്. സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട് 2019-20 വർഷത്തെ പ്രധാനപ്പെട്ട കറന്റ് അഫയർ കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. സാമ്പത്തിക മേഖലയുമായുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനമായി നമ്മൾ പറയുന്നത് ബജറ്റ് തന്നെയാണ്. 2020-21 വർഷത്തെ കേന്ദ്ര ബജറ്റുമായി ബന്ധപ്പെട്ട് PSC പോയിന്റ് ഓഫ് വ്യൂവിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടതെന്ന് നോക്കാം. കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത് ആരാണെന്ന് നമുക്കറിയാം, നിർമ്മല സീതാറാം. നമ്മുടെ ഇപ്പോഴത്തെ ധനകാര്യമന്ത്രിയായ നിർമ്മല സീതാറാമാണ് കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത്. 2020 ഫെബ്രുവരി 1 കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത്. ഇവിടെ പഠിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്, നിർമ്മല സീതാറാം ബജറ്റ് അവതരണത്തിനിടയിൽ ഒരു കവിതയുടെ ഭാഗം പരാമർശിച്ചിരുന്നു. ഏത് കവിതയാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം മിയോൻ വഫാൻ എന്ന കവിതയാണ്. കാശ്മീരി കവിയായ പണ്ഡിറ്റ് ദീനാനാഥ് കൗൾ രചിച്ച മിയോൻ വഫാൻ എന്ന കവിതയിലെ ഭാഗമാണ് നിർമ്മല സീതാറാം 2020-21 വർഷത്തെ ബജറ്റ് അവതരണത്തിനിടയിൽ പരാമർശിച്ചത്. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. കേന്ദ്ര ബജറ്റുമായി ബന്ധപ്പെട്ട് മറ്റൊരു പോയിന്റ് നമുക്ക് പ്രധാനമായും പഠിക്കാനുള്ളത്, പെട്ടെന്ന് കേടുവരുന്ന ഉൽപ്പന്നങ്ങളായ പാല്, ഇറച്ചി, മത്സ്യം, കാർഷിക ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ വ്യാപാരത്തിന് വേണ്ടി ആരംഭിക്കുന്ന നാഷണൽ കോൾഡ് സപ്ലൈ ചെയിൻ, അത് ഇന്ത്യൻ റെയിൽവേയുടെ ആണെങ്കിൽ കിസാൻ റെയിൽ എന്ന പേരിലും വ്യോമയാന മന്ത്രാലയത്തിന്റെ ആണെങ്കിൽ കൃഷി ഉഡാൻ എന്ന പേരിലുമാണ് ആരംഭിക്കുന്നത്. ക്ലിയർ ആണല്ലോ? കേടുവരുന്ന ഉൽപ്പന്നങ്ങളായ പാല്, ഇറച്ചി, മത്സ്യം, കാർഷിക ഉൽപ്പന്നങ്ങൾ എന്നിവയുടെയൊക്കെ സുഗമമായ വ്യാപാരത്തിന് വേണ്ടി ആരംഭിക്കുന്ന 2 പദ്ധതികൾ, ഇന്ത്യൻ റെയിൽവേയുടെ നേതൃത്വത്തിൽ കിസാൻ റെയിൽ, വ്യോമയാന മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ കൃഷി ഉഡാൻ. ഇത് പ്രകാരം ഇന്ത്യയിൽ ആദ്യമായി കിസാൻ റെയിൽ സർവീസ് ആരംഭിച്ചത് ദേവ്ലാലി, മഹാരാഷ്ട്രയിലെ ദേവ്ലാലി മുതൽ ബീഹാറിലെ ദാനാപൂർ വരെയാണ്. ഇന്ത്യയിൽ ആദ്യമായി കിസാൻ റെയിൽ സർവീസ് ആരംഭിച്ചത് മഹാരാഷ്ട്രയിലെ ദേവ്ലാലി മുതൽ ബീഹാറിലെ ദാനാപൂർ വരെയാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി കേന്ദ്ര ബജറ്റിലെ പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ നോക്കാം. ഹോർട്ടിക്കൾച്ചർ മേഖലയെ മെച്ചപ്പെടുത്തുന്നതിനായിട്ടുള്ള പദ്ധതിയാണ് വൺ പ്രോഡക്റ്റ് വൺ ഡിസ്ട്രിക്റ്റ്. എന്താണ്? ഹോർട്ടിക്കൾച്ചർ മേഖലയെ മെച്ചപ്പെടുത്തുന്നതിനായുള്ള പദ്ധതിയാണ് വൺ പ്രോഡക്റ്റ് വൺ ഡിസ്ട്രിക്റ്റ്. മറ്റൊന്ന്, ടെക്നിക്കൽ ടെക്സ്റ്റൈൽ മേഖലയിൽ ഇന്ത്യയെ മെച്ചപ്പെടുത്തുന്നതിനായിട്ടുള്ള പദ്ധതിയാണ് നാഷണൽ ടെക്നിക്കൽ ടെക്സ്റ്റൈൽ മിഷൻ. കൂടുതലൊന്നുമില്ല, ടെക്നിക്കൽ ടെക്സ്റ്റൈൽ മേഖലയിൽ ഇന്ത്യയെ മെച്ചപ്പെടുത്തുന്നതിനായുള്ള പദ്ധതിയാണ് നാഷണൽ ടെക്നിക്കൽ ടെക്സ്റ്റൈൽ മിഷൻ. പ്രത്യക്ഷ നികുതിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കുറയ്ക്കുന്നതിനായി ആരംഭിക്കുന്ന പദ്ധതിയാണ് വിവാദ് സെ വിശ്വാസ് എന്ന് പറയുന്നത്. പ്രത്യക്ഷ നികുതിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടി ആരംഭിക്കുന്ന പദ്ധതിയാണ് വിവാദ് സെ വിശ്വാസ്. അടുത്തത്, ഓർഗാനിക് ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിനായി ഒരു വെബ് പോർട്ടൽ രൂപീകരിച്ചു. അതാണ് ജൈവിക് ഖേത്തി എന്ന് പറയുന്നത്. എന്താണ്? ജൈവിക് ഖേത്തി, ഓർഗാനിക് ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിനായി രൂപീകരിച്ച വെബ് പോർട്ടൽ. മറ്റൊന്ന്, 2025 കൂടി ക്ഷയരോഗത്തെ ഉന്മൂലനം ചെയ്യുന്നതിനായി ആരംഭിച്ച പ്രചാരണ പദ്ധതിയാണ് TB ഹരേഗ ദേശ് ജീത്തേഗ. എന്താണ്? TB ഹരേഗ ദേശ് ജീത്തേഗ. 2025 കൂടി ക്ഷയരോഗത്തെ ഉന്മൂലനം ചെയ്യുന്നതിനായി ആരംഭിച്ച പ്രചരണ പദ്ധതി. ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നിർമ്മല സീതാറാം 2020-21 വർഷത്തെ കേന്ദ്ര ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഈ പോയിന്റുകളൊന്നും സ്കിപ്പ് ചെയ്യാതെ പഠിക്കുക. ഇനി ഞാൻ നിങ്ങളോട് പഠിക്കാൻ പറയുന്നത് ഓരോ ബാങ്കുകളുമായി ബന്ധപ്പെട്ട കറന്റ് അഫെയർ കാര്യങ്ങളാണ്. അപ്പൊ നമ്മളിങ്ങനെ കൂട്ടിക്കുഴച്ച് പഠിക്കുന്നതിനേക്കാളും നല്ലത് ഓരോ ബാങ്കുമായി ബന്ധപ്പെട്ട പോയിന്റുകൾ ഓർത്തു വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ നമുക്ക് RBIയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കറന്റ് അഫെയർ നോക്കാം. 2019 RBIയുടെ മോണിറ്ററി മ്യൂസിയം നിലവിൽ വന്ന നഗരം. വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്, ഉത്തരം കൊൽക്കത്തയാണ്. 2019 RBIയുടെ മോണിറ്ററി മ്യൂസിയം നിലവിൽ വന്ന നഗരം കൊൽക്കത്ത. അടുത്ത പോയിന്റ്, 2020 RBIയുടെ ദ ഫിനാൻഷ്യൽ ലിറ്ററസി വീക്കായി
ആരംഭിച്ചത്? ഫെബ്രുവരി 10 മുതൽ 14 വരെ. വളരെ നല്ലൊരു ചോദ്യമാണ്. 2020 RBIയുടെ ദ ഫിനാൻഷ്യൽ ലിറ്ററസി വീക്കായി ആചരിച്ചത് ഫെബ്രുവരി 10 മുതൽ 14 വരെ. ഏഷ്യ പസഫിക് മേഖലയിൽ ആദ്യമായി ഇൻട്രസ്റ്റ് റേറ്റ് ഈസിംഗ് സൈക്കിൾ ആരംഭിച്ച സെൻട്രൽ ബാങ്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ RBI ആണ്. ഏഷ്യ പസഫിക് മേഖലയിൽ ആദ്യമായി ഇൻട്രസ്റ്റ് റേറ്റ് ഈസിംഗ് സൈക്കിൾ ആരംഭിച്ച സെൻട്രൽ ബാങ്ക്. ഇത്രയും കാര്യങ്ങൾ RBIയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കറന്റ് അഫയേഴ്സ് ആണ്. നെക്സ്റ്റ് SBIയുമായി ബന്ധപ്പെട്ട കുറച്ച് കറന്റ് അഫെയർ പോയിന്റുകൾ ശ്രദ്ധിക്കാം. രാത്രി 8 മണി മുതൽ രാവിലെ 8 മണി വരെ 10,000 രൂപയ്ക്ക് മുകളിലുള്ള ATM ഇടപാടുകൾക്ക് OTP നടപ്പിലാക്കാൻ തീരുമാനിച്ച ബാങ്ക് ഏത്? ഉത്തരം SBI ആണ്. രാത്രി 8 മണി മുതൽ രാവിലെ 8 മണി വരെ, അതായത് രാത്രിയുള്ള ട്രാൻസാക്ഷന് 10,000 രൂപയ്ക്ക് മുകളിലുള്ള ATM ഇടപാടുകൾക്ക് OTP നടപ്പിലാക്കാൻ തീരുമാനിച്ച ബാങ്ക് അത് SBI ആണ്. അടുത്ത പോയിന്റ്, 70 വയസ്സ് കഴിഞ്ഞ പൗരന്മാർക്കും ഭിന്നശേഷിക്കാർക്കും വേണ്ടി ഡോർ സ്റ്റെപ്പ് ബാങ്കിംഗ് സർവീസ് ആരംഭിച്ചത്. ഡോർ സ്റ്റെപ്പ് ബാങ്കിംഗ് സർവീസ് ആരംഭിച്ച ബാങ്കാണ് SBI. 70 വയസ്സ് കഴിഞ്ഞ പൗരന്മാർക്കും ഭിന്നശേഷിക്കാർക്കും വേണ്ടി. അടുത്ത പോയിന്റ്, സേവിങ്സ്, ഹ്രസ്വ ലോൺ നിരക്കുകൾ എന്നിവയെ RBIയുടെ റിപ്പോ നിരക്കുമായി ബന്ധിപ്പിച്ച ആദ്യത്തെ ഇന്ത്യൻ ബാങ്കാണ് SBI. സേവിങ്സ്, ഹ്രസ്വ ലോൺ നിരക്കുകൾ എന്നിവയെ RBIയുടെ റിപ്പോ നിരക്കുമായി ബന്ധിപ്പിച്ച ആദ്യ ഇന്ത്യൻ ബാങ്കാണ് SBI. അടുത്ത SBIയുമായി ബന്ധപ്പെട്ട പോയിന്റുകൾ ശ്രദ്ധിക്കൂ. ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങുവാൻ ഇന്ത്യയിൽ ആദ്യമായി ഗ്രീൻ കാർ ലോണ് ആരംഭിച്ച ബാങ്ക്. ഗ്രീൻ കാർ ലോണ് ആരംഭിച്ച ബാങ്കാണ് SBI. മറ്റൊരു പോയിന്റ്, ഓസ്ട്രേലിയയിലെ വിക്ടോറിയയിൽ ശാഖ ആരംഭിച്ച ആദ്യ ഇന്ത്യൻ ബാങ്ക്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഓസ്ട്രേലിയയിലെ വിക്ടോറിയയിൽ ശാഖ ആരംഭിച്ച ആദ്യ ഇന്ത്യൻ ബാങ്ക്. മറ്റൊരു പോയിന്റ്, ചൈനയുടെ നാഷണൽ അഡ്വാൻസ് പേയ്മെന്റ് സിസ്റ്റം ലിങ്ക് ചെയ്ത ആദ്യ ഇന്ത്യൻ ബാങ്കാണ് SBI. ചൈനയുടെ നാഷണൽ അഡ്വാൻസ് പേയ്മെന്റ് സിസ്റ്റം ലിങ്ക് ചെയ്ത ആദ്യ ഇന്ത്യൻ ബാങ്കാണ് SBI. ഇത്രയും പ്രധാനപ്പെട്ട പോയിന്റുകൾ SBI ബാങ്കുമായുള്ള കാര്യങ്ങൾ ഓർത്തുവയ്ക്കുക. അടുത്തത് കാനറ ബാങ്കുമായി ബന്ധപ്പെട്ട കുറച്ച് കറന്റ് അഫെയർ പോയിന്റുകളാണ്. RBIയുടെ EMV മാൻഡേറ്റ് മാനദണ്ഡങ്ങൾ പാലിച്ച ഇന്ത്യയിൽ ആദ്യത്തെ പൊതുമേഖലാ ബാങ്ക്. എന്താണ്? RBIയുടെ EMV മാൻഡേറ്റ് മാനദണ്ഡങ്ങൾ പാലിച്ച ഇന്ത്യയിൽ ആദ്യത്തെ പൊതുമേഖലാ ബാങ്കാണ് കാനറ ബാങ്ക്. അടുത്ത പോയിന്റ്, ഇന്ത്യയിൽ ആദ്യമായി OTP ക്യാഷ് വിഡ്രോവൽ സംവിധാനം ആരംഭിച്ച ബാങ്ക്. ഇന്ത്യയിൽ ആദ്യമായി OTP ക്യാഷ് വിഡ്രോവൽ സംവിധാനം ആരംഭിച്ച ബാങ്കാണ് കാനറ ബാങ്ക്. 2020 ഏപ്രിൽ 1 കാനറ ബാങ്കിൽ ലയിപ്പിച്ച ബാങ്കാണ് സിൻഡിക്കേറ്റ് ബാങ്ക്. അപ്പൊ സിൻഡിക്കേറ്റ് ബാങ്ക് ഏത് ബാങ്കുമായാണ് ലയിപ്പിച്ചത്? കാനറ ബാങ്കുമാണ്. അത് ഓർത്തുവെക്കുക. 2020 ഏപ്രിൽ 1 കാനറ ബാങ്കിൽ ലയിപ്പിച്ച ബാങ്കാണ് സിൻഡിക്കേറ്റ് ബാങ്ക്. അപ്പൊ കാനറ ബാങ്കുമായി ബന്ധപ്പെട്ട ഈ 3 പോയിന്റുകൾ കൃത്യമായി ഓർത്തുവെക്കുക. അടുത്തൊരു പ്രധാനപ്പെട്ട ബാങ്കാണ് ഫെഡറൽ ബാങ്ക്. ഫെഡറൽ ബാങ്കുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പോയിന്റുകളാണ് പഠിക്കാനുള്ളത് നോക്കുക. ഇന്ത്യയിൽ ആദ്യമായി ബാങ്ക് സ്റ്റാഫിനെ നിയമിക്കുന്നതിന് ഹ്യൂമൻ റിസോഴ്സ് വിഭാഗത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആരംഭിച്ച ബാങ്കാണ് ഫെഡറൽ ബാങ്ക്. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഇന്ത്യയിൽ ആദ്യമായി ബാങ്ക് സ്റ്റാഫിനെ നിയമിക്കുന്നതിന് ഹ്യൂമൻ റിസോഴ്സ് വിഭാഗത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആരംഭിച്ച ബാങ്ക്. മറ്റൊരു പോയിന്റ്, ഫെഡറൽ ബാങ്കിന്റെ ചെയർപേഴ്സണായി നിയമിതയായ ആദ്യ വനിത ഗ്രേസ് എലിസബത്ത് കോശിയാണ്. അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഫെഡറൽ ബാങ്കിന്റെ ചെയർപേഴ്സണായി നിയമിതയായ ആദ്യ വനിത ഗ്രേസ് എലിസബത്ത് കോശി. ഇനി കേരള ബാങ്ക് നമ്മൾ കേട്ടിട്ടുണ്ടാവും. കേരള ബാങ്ക് കേരളത്തിലെ 14 ജില്ലാ സഹകരണ ബാങ്കുകളെയും സംസ്ഥാന സഹകരണ ബാങ്കിനെയും സംയോജിപ്പിച്ച് നിലവിൽ വന്ന ബാങ്കാണ് കേരള ബാങ്ക്, അല്ലെങ്കിൽ കേരള കോ ഓപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയും. കേരളത്തിലെ 14 ജില്ലാ സഹകരണ ബാങ്കുകളെയും സംസ്ഥാന സഹകരണ ബാങ്കിനെയും സംയോജിപ്പിച്ച് നിലവിൽ വന്ന ബാങ്ക് കേരള കോ ഓപ്പറേറ്റീവ് ബാങ്ക്. അത് തന്നെയാണ് കേരള ബാങ്ക്. കേരള കോ ഓപ്പറേറ്റീവ് ബാങ്കിന്റെ രൂപീകരണത്തെക്കുറിച്ച് പഠനം നടത്താനായി കേരള സർക്കാർ രൂപീകരിച്ച കമ്മിറ്റിയാണ് MS ശ്രീറാം കമ്മിറ്റി. എന്താണ്? MS ശ്രീറാം കമ്മിറ്റി. കേരള കോ ഓപ്പറേറ്റീവ് ബാങ്കിന്റെ രൂപീകരണത്തെക്കുറിച്ച് പഠനം നടത്താനായി കേരള സർക്കാർ രൂപീകരിച്ച കമ്മിറ്റിയാണ് MS ശ്രീറാം കമ്മിറ്റി. കേരള ബാങ്കിന്റെ പുതിയ CEO ആയി നിയമിതനായത് PS രാജനാണ്. അതും കൂടി ഓർക്കണം.
PS രാജനാണ് കേരള ബാങ്കിന്റെ CEO ആയി നിയമിതനായത്. ക്ലിയർ ആണല്ലോ. ഇന്ത്യയും സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സാമ്പത്തിക മേഖല നമ്മൾ മൊത്തമായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ അടുത്ത പാർട്ടിൽ നമുക്ക് സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട ബാക്കി കറന്റ് അഫെയർ കാര്യങ്ങൾ കൂടി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. ക്ലാസ് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.